ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിക് സെൻസിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ ഞാനിപ്പോൾ അത്ര വലിയ ആളൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ ഈ ഒരു രാജ്യത്ത് അതായത് ജർമ്മനിയിൽ എത്തിയതിന് ശേഷം ഇവിടെ നിന്നും പഠിച്ച കാര്യങ്ങൾ, എനിക്ക് വന്ന മാറ്റങ്ങൾ, എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു എന്താ പറയുക, മിക്ക ഇന്ത്യക്കാരും നമ്മുടെ നാട് വിട്ട് ഇതേപോലുള്ള രാജ്യങ്ങളിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ വരും. നമ്മൾ ഇവിടുന്ന് പുതിയ കാര്യങ്ങൾ കുറേ ഇങ്ങനെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഈ UK, അയർലാൻഡ്, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇപ്പോൾ ജർമ്മനി ആയാലും കുറച്ച് ദിവസമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോൾ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇതിൻ്റെ പേരിലാണ്, സിവിക് സെൻസിൻ്റെ കുറവ് കാരണം. അതായത് നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കാഷ്വലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ നടന്നത് അതേപോലെ തന്നെ നമ്മളിവിടെ വന്നിട്ടും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ അതിനെ പ്രതികരിക്കും. അപ്പോൾ നമുക്കത് റേസിസമായിട്ട് തോന്നും. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ രാജ്യത്ത് വന്നിട്ട് ഇവരെങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ജീവിക്കാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ നാണം കെടേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക, എനിക്ക് കുറേ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലായാലും നമ്മളെ കുറച്ചേശൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായാലും വീട്ടിലായാലും ആരും ഇത് ചെയ്യുന്നവരില്ല. ഗവൺമെൻറ് ആയാലും നമ്മുടെ നാട്ടുകാരായാലും ഒന്നും ഇത് പാലിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അത്രയും ശീലമില്ല. പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കൂളുകളിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇനി സ്കൂളിൽ നിന്ന് പുറത്തോട്ട്, അതായത് റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ടിൽ കാണുന്ന ആൾക്കാരും ഇത് പാലിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ ഇവിടുത്തെ വീടുകളിലായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരിവിടെ പാലിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ആദ്യം പഠിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് എങ്ങനെ മര്യാദയ്ക്ക് ഡിസ്പോസ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മളുടെ പരിസരം എങ്ങനെ ശുചിത്വം, അതായത് എങ്ങനെ മര്യാദയ്ക്ക് വൃത്തിയിൽ സൂക്ഷിക്കാമെന്നുള്ളതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലായാലും നമ്മളിതൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ വേസ്റ്റ്, നമ്മൾ ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും, ആ വേസ്റ്റ് ബോക്സിലായിരിക്കും കൊണ്ടിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അത് കൂട്ടി വയ്ക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പുണ്ട് നാട്ടിൽ, വീട്ടിൽ നമ്മൾ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ മരത്തിൻ്റെ അവിടേക്കായിരിക്കും നമ്മൾ വെക്കുന്നത്, നമ്മളത് കൂട്ടിയിടുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിയതിന് ശേഷം ഞാൻ ആദ്യം ഷോക്കായൊരു കാര്യമാണ്. അതായത് ഫുഡ് വേസ്റ്റ് നമ്മൾ ഇന്നൊരു ബിന്നിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി പാല് കുടിച്ച് കഴിഞ്ഞതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഇത് കവറ് അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും നമ്മളിപ്പോൾ ചിപ്സൊക്കെ വാങ്ങിച്ചതിൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ ഇന്ന ഒരു യെല്ലോ വേസ്റ്റിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി ബാറ്ററി കളയണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ബാറ്ററി കളയാൻ പാടില്ല. അത് ചില കടകളുണ്ട്, ആ കടകളുടെ മുന്നിൽ ബാറ്ററി കളയാനായിട്ടുള്ളൊരു ബിന്ന് വെച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടണം. ബൾബുകൾക്ക് അങ്ങനെ പ്രത്യേകം ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ ഓരോ വേസ്റ്റിനും ഇങ്ങനെ സെപ്പറേറ്റ് ബിന്നുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഇനി അത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാർണിംഗ് ഒക്കെ കിട്ടും. അത് ഞങ്ങൾ പണ്ടുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്കെന്നല്ല അപ്പാർട്ട്മെൻറ്റിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു വാർണിംഗ് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്നാണ് അതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്, ഇങ്ങനെ വാർണിംഗ് വരുന്നതും. ഇനി വാർണിംഗ് കിട്ടിയിട്ട് നമ്മളത് മര്യാദയ്ക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ ഫൈനൊക്കെ കിട്ടിയെന്ന് വരാം. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഇനി ഇവിടെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും റോട്ടിലായാലും ഇവിടെ ആരും വേസ്റ്റുകൾ അങ്ങനെ എന്താ പറയുക റോട്ടിലിട്ട് പോവുക, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പുഴയിലും അങ്ങനെയൊന്നും ഇട്ടിട്ട് പോകുന്നവരില്ല. നമുക്കിവിടെ എവിടെ നോക്കിയാലും സ്ട്രീറ്റിലായാലും എവിടെയായാലും പാർക്കിലായാലും എവിടെയായാലും വേസ്റ്റ് ബിന്നുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ വേസ്റ്റ് ബിന്നിൽ തന്നെയാണ് ഇവിടെ ആൾക്കാർ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഇപ്പോൾ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ സിറ്റിയിൽ കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വേസ്റ്റുകൾ റോട്ടിൽ കുറച്ചൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതേപോലെ ചെയ്യണു എന്നല്ല, പക്ഷേ കുറച്ച് പേരെങ്കിലും വേസ്റ്റുകളൊക്കെ അടിയിൽ ഇവിടെ ഇട്ട് പോകുന്നവരുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ട്രക്ക്, അതായത് വാക്യൂം ചെയ്യുന്ന ഒരു ക്ലീനിങ് ട്രക്ക് വന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് അത് ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക കാര്യങ്ങളും നല്ല ക്ലീൻ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ച കാര്യം ഇതാണ്. അതായത്
വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതും പിന്നെ ഇവിടെ നമ്മൾ വേസ്റ്റ് കളയാൻ പാടില്ല, വേസ്റ്റ് നമ്മൾ ഇങ്ങനെ ബിന്നിൽ തന്നെ ഇടണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ കൂടുതലും അതേപോലെ തന്നെ ഇവിടുത്തെ റോഡുകളിലായാലും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസിലായാലും, ഇവിടുത്തെ റോഡുകളായാലും പരിസരങ്ങളായാലും നല്ല വൃത്തിയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ വൃത്തിയില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്, പക്ഷെ അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി വൃത്തിയിൽ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ വേസ്റ്റ് മര്യാദയ്ക്ക് ഡിസ്പോസ് ചെയ്യുന്ന കാരണമാണ്. അതുപോലെ തന്നെ ഇവിടെ ആരും വഴിയിൽ ഇങ്ങനെ മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ എന്താ പറയുക തുപ്പിയിടുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ചവച്ചിട്ട് തുപ്പിയിടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടുത്തെ ആൾക്കാർ പൊതുവേ ചെയ്യാറില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പഠിച്ചത് സീബ്ര ക്രോസിങ് ശരിക്കും നമുക്ക് ക്രോസ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ സിഗ്നൽ നോക്കിയിട്ട് വേണം ഇവിടെ ക്രോസ് ചെയ്യാൻ എന്നുള്ളത്. നാട്ടിൽ എനിക്ക് തോന്നിയിട്ടില്ല സീബ്ര ക്രോസ് ഉള്ളത് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ നാട്ടിലെപ്പോഴും ക്രോസ് ചെയ്യുന്നത് ഇപ്പോൾ സീബ്ര ക്രോസിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്താൽ പോലും നമ്മളെ വണ്ടി ഇടിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നാട്ടിലുള്ളത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും ഉള്ളൊരു കാര്യമാണ് എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. സിഗ്നൽ നോക്കി തന്നെ ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ സിഗ്നൽ നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത്. അതൊക്കെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ വണ്ടികളൊന്നും പോകുന്നില്ല എങ്കിൽ പോലും ഗ്രീൻ ആവാതെ നമ്മളിവിടെ ക്രോസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പൊതുവെ ആൾക്കാർ ക്രോസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജർമ്മൻസ് പറയുന്നത് നമ്മളങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതൊരു മാതൃകയാവാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾക്കും ആ ഒരു തെറ്റാണ് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈവൻ വണ്ടികൾ പോകുന്നില്ല എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗ്രീൻ ആണെങ്കിൽ മാത്രമാണ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ, റെഡ് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ സിഗ്നൽസിലായാലും അല്ലെങ്കിൽ മറ്റ് ട്രാഫിക് റൂൾസിലായാലും ഇവിടെ എല്ലാം നല്ല റൂൾ പ്രകാരം തന്നെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇത് ഞാൻ ഇവിടുന്ന് പഠിച്ച രണ്ടാമത്തെ ഒരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ നടക്കുന്ന വഴി, നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കുന്ന വഴി പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ നടക്കാൻ വഴി ഉണ്ടാവില്ല. ഇനി നടക്കുന്ന വഴി കൂടെ നമ്മൾ മര്യാദയ്ക്ക് നടന്നു പോവുകയാണെങ്കിൽ പോലും എതിരെ വരുന്ന വണ്ടിക്കാരെ നമ്മൾ ഇടിച്ചിട്ട് പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ശരിക്കും നമുക്ക് നടക്കുന്ന വഴി നമുക്ക് നടക്കാനുള്ളത് തന്നെയാണ്. ആ ഒരു റൂട്ടിലൂടെ അതിൽ തന്നെ ചിലപ്പോൾ ഒരു സൈക്കിളിന് പോകാനായിട്ടുള്ള ചെറിയൊരു റൂട്ടും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു റൂട്ട് നമ്മളെപ്പോഴും സൈക്കിളുകാർക്ക് വേണ്ടി മാറ്റിയിടണം. നമ്മൾ ഒരിക്കലും സൈക്കിൾ ആ ഒരു വേ കൂടെ നമ്മൾ നടക്കാൻ പാടില്ല. നമുക്ക് നടക്കാനുള്ള വഴി കൂടെ നമ്മൾ മര്യാദയ്ക്ക് റൈറ്റ് സൈഡ് ചേർന്ന് നടക്കണം എന്നുള്ളതും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത്. അതായത് നമ്മൾ റൈറ്റ് സൈഡോട് ചേർന്ന് നടക്കുമ്പോഴാണ് എതിരെ വരുന്ന ആൾക്ക് മര്യാദയ്ക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ട് കൂട്ടർക്കും കൂടി, അതായത് എതിരെ വരുന്ന ആൾക്കും നമുക്കും കൂടി നടന്നു പോകാൻ പറ്റാത്ത അത്രയും ചെറിയ വഴിയാണ് എന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈഡ് മാറി നിൽക്കണം എന്നുള്ളതും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സ്ട്രോളറിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ വരുന്ന ആരായാലും, ഇപ്പോൾ പ്രായം ചെന്നവരായാലും സൈക്കിളിലുള്ളവരായാലും അവരവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് നമ്മളോട് പൊക്കോളാൻ പറയും. എന്നിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ അവരോട് താങ്ക് യു പറയും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് നമുക്ക് നാട്ടിലതൊന്നും ശീലമില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്കതൊക്കെ ആദ്യം വന്നപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഗ്രീറ്റ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എതിരെ വരുന്ന ഒരാൾ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ മോർണിംഗ് എന്ന് പറയും, വൈകുന്നേരം ഇപ്പം അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ മോർണിംഗിന് പറയും ഇവർ ഗുട്ടൻ മോർഗൻ എന്നാണ് പറയുക, അപ്പോൾ മോർഗൻ എന്ന് പറയും. ഇനിയിപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ടൊക്കെ പോവും, അല്ലെങ്കിൽ തലോണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ജസ്റ്റ് ഒരു ഗ്രീറ്റ് ചെയ്തിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ അതൊക്കെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം എല്ലാവരും നമ്മളെ കാണുമ്പോൾ അങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നല്ല പറയുന്നത്, എങ്കിലും മിക്ക ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ട് പോകുന്നത്. അതൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അടുത്തൊരു സിവിക് സെൻസ് ആണ് നമ്മുടെ പ്രൈവസീനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യമാണത്. അതായത് ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവസിയിലോട്ട് കടന്നു ചെന്ന് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതായില്ലേ, നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തത്, നിങ്ങൾക്ക് എന്താ കുട്ടികളുണ്ടായില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിപ്പോൾ എത്ര വലിയ ബന്ധക്കാരായാലും ഇങ്ങനത്തെ, അതായത് സ്വന്തം ഇങ്ങനത്തെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഇവിടെ അങ്ങനെ അവർ അനുവദിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതായത് നമുക്കിപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിരുന്ന് കേൾക്കും, അല്ലാതെ നമ്മളങ്ങനെ ചോദിക്കാൻ ഇവിടെ പാടില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ നീ ഇതാരാ ചോദിക്കാൻ എന്നുള്ളത് അവർ നമ്മളോട് തിരിച്ചു ചോദിക്കും. അങ്ങനത്തെ ഒരു കാര്യം ഞാനിവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത്. കാരണം നാട്ടിൽ ഇത്
നമ്മൾ അങ്ങനെ തിരിച്ച് ഇപ്പോൾ നമ്മളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ വലിയൊരു പ്രശ്നമായിട്ട് മാറും. നമ്മൾ പിന്നെ അഹങ്കാരികളായിട്ട് മാറും. പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോമൺ തിങ് ആണ്. അതായത് മറ്റുള്ളവരുടെ പ്രൈവസീനെ റെസ്പെക്റ്റ് ചെയ്യില്ല. ഇനി അടുത്തൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ, നമ്മുടെ പബ്ലിക് പ്ലേസിൽ നമ്മളെങ്ങനെ പെരുമാറണം എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു ബസ് കയറാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര തിരക്കുണ്ടായാലും ഞാനിവിടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ആൾക്കാർ ഭയങ്കര ശാന്തമായിട്ട് ബസ് വന്ന് വാതിൽ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ഇപ്പോൾ ക്യൂ ഒന്നും നിൽക്കാറില്ല ഇവരിവിടെ. പക്ഷെ എല്ലാവരും നല്ല ക്ഷമയോട് കൂടി തന്നെ ഡോർ തുറക്കണ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ മൊത്തം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കയറി തുടങ്ങുള്ളൂ കേട്ടോ. അതായത് ഞാൻ ആദ്യം അന്തം വിട്ടു പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാലുണ്ടല്ലോ, ബസ് വന്ന് നിൽക്കുമ്പോഴേക്കും ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങാനുള്ളവരൊന്നും ആദ്യം നോക്കില്ല. അതിന് മുൻപ് നമ്മൾ അങ്ങോട്ട് ചാടി കയറി അങ്ങോട്ട് കയറാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് പതുക്കെ കയറി തുടങ്ങും. അതേപോലെ സ്ട്രോളറായിട്ട് വല്ലവരും വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനി വീൽ ചെയറിൽ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീൽ ചെയറിൽ വരുന്നവർക്ക് ഇവിടെ കയറാനായിട്ട് ബസ്സിൽ വേറൊരു സെപ്പറേറ്റ് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അവർ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ കയറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചത്. ഇപ്പോൾ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ ബസ്സിൽ ഇങ്ങനെ കയറി പോകാൻ, ഇപ്പം നല്ല തിരക്കുള്ള ബസ്സിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കയറാറില്ല. കാരണം എനിക്ക് പേടിയാണ്. പേടി കാരണം ഞാൻ മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം, അതായത് ക്യൂവിൽ ഇങ്ങനെ എന്താ പറയുക ലൈനായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നുള്ളതല്ല, പക്ഷേ മറ്റുള്ളവരൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കയറുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം ഞാൻ പഠിച്ചിരിക്കുന്നതാണ്, അതായത് പൊതു മുതലുകൾ നമ്മൾ ഇവിടെയുള്ളവർ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണത്. അത് നമ്മൾ നശിപ്പിക്കരുത്, അല്ലെങ്കിൽ അത് നമ്മൾ തുടരുത് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. അതായത് എനിക്കിവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പാർക്കിൽ നിന്നല്ല, ഇവിടെ നമ്മൾ നടക്കണ വഴിയിലായാലും ഒരു സെൻറ്ററിലായാലും എവിടെയായാലും ഇവർ നല്ല ഭംഗിയുള്ള കുറേ പൂക്കളൊക്കെ വെച്ച് ഭയങ്കര എന്താ പറയുക, അത് ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് അത് ചെയ്യുന്നത്. ഓരോ സീസൺ അനുസരിച്ചും അവരിങ്ങനെ വ്യത്യസ്തമായ പൂക്കളും അങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് പോവും. അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കെന്ന് വെച്ചാൽ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ, അതായത് നടന്നു പോണ വഴിയിലൊക്കെ ഇങ്ങനെ നമുക്കതിങ്ങനെ ഒരു കാട് പോലെയൊക്കെ തോന്നും. പക്ഷേ അവിടേക്കാണ് ഈ റോസാപ്പൂക്കളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ പറിക്കാനൊക്കെ തോന്നും. ഞാനൊക്കെ ആദ്യം ഇങ്ങനെ പറിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് യൂറോപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല ഇവിടെ. പക്ഷെ നമുക്കതിങ്ങനെ തോന്നും, ഇങ്ങനെ ഇങ്ങനെ, കാരണം അത്രയും ഭംഗിയാണ് ഇവിടുത്തെ പൂക്കളും ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്കതിങ്ങനെ പറിക്കാനൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ആരും അങ്ങനെ അത് ചെയ്യണവരല്ല. അതായത് എത്ര ഭംഗിയുള്ള ചെടികളായാലും ഇപ്പോൾ കടയിൽ ഈ സെയിം സാധനം തന്നെ നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാലും കാണാൻ പറ്റും. അതിന് നല്ല വിലയുണ്ടായിരിക്കും, വില കുറഞ്ഞതിനും ഉണ്ടായിരിക്കും. പക്ഷേ ആ സെയിം സാധനം തന്നെ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ പറിക്കാനായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ആരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. അതായത് ആപ്പിളുകളായാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ആപ്പിൾ മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊക്കെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും, ഭയങ്കര കൗതുകമായിട്ട് തോന്നും, നമുക്ക് പറിക്കാനൊക്കെ തോന്നും. പക്ഷേ ഇവിടെ ആരും അങ്ങനെ അത് ചെയ്യുന്നവരല്ല. ഈവൻ ഒരു പൂ അല്ലെങ്കിൽ ഒരു ഇല പോലും ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, ഇവരുടെ ഒരു പൊതു സ്വത്തായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവർ ഇങ്ങനെ പോയിട്ട് പറിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഇവരുടെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഇവർ പോയി ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുക, നശിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പൊതുവെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. ഇപ്പോൾ കുറേ വർഷങ്ങൾ ഇങ്ങനത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിന്നിട്ട് നാട്ടിലോട്ട് തിരിച്ചു വന്ന ആൾക്കാർക്ക് നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലായാലും സംസാരത്തിലായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാർ ചിലപ്പോൾ കളിയാക്കിയിട്ട് പറയുമ്പോൾ അവൻ വലിയ പരിഷ്കാരിയായി, അവൻ കുറച്ച് നാളത്തേക്ക് ഇന്ന രാജ്യത്തോട്ട് പോയപ്പോഴേക്കും അവന് ഭയങ്കര ഇതായി, ജാടയായി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയും. പക്ഷെ അതല്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ നമ്മളത് എന്താ പറയുക, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ റൂള് പാലിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളത് കുറച്ചൊക്കെ നമ്മുടെ ലൈഫിലോട്ട് എന്താ പറയുക എടുക്കും. അപ്പോൾ നമ്മളത് അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴും പെരുമാറുമ്പോൾ
സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു പരിഷ്കാരി ആയതിൻ്റെ പേരിലല്ല. അത് നമുക്ക് വന്ന മാറ്റങ്ങളാണ്, ശരിക്കും നമുക്ക് വന്ന മാറ്റങ്ങളാണ് അത്. ഇനി ചിലർ ഷോ ഓഫ് കാണിക്കുന്നവരുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ജീവിതത്തിൽ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇത്, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ആവണമെന്നില്ല. കുറേ പേര് ഇതൊക്കെ നാട്ടിൽ നിന്നും പാലിച്ച് വരുന്നവരും ഉണ്ടായിരിക്കാം. ഞാനൊരു സാധാരണക്കാരി എന്ന നിലയിലാണ് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഞാനിത് പറഞ്ഞതിൽ കുറേ ചിലപ്പോൾ മിസ്റ്റേക്കുകളുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസുകളൊക്കെ കമൻറ്റിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.